കല്യാണ വീട്ടിലെ കൂട്ടുകറി, അതും സ്പെഷ്യൽ ചക്ക കൂട്ടുകറി കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് അല്ലേ? എന്നാൽ പിന്നെ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അതിനുവേണ്ടി ആദ്യം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക ചെറുതായി മുറിച്ചിടുക എന്നതാണ്. ഇവിടെ ഒരു മുഴുവൻ ചക്ക തന്നെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറു കഷ്ണങ്ങളായി മുറിച്ചിടണം. ഇനി നമുക്ക് അതിൽ നിന്നു തന്നെ അല്പം ചക്കക്കുരു കൂടി തോല് കളഞ്ഞ് കഷ്ണങ്ങളായി മുറിച്ചിടണം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ചക്കയും ചക്കക്കുരുവും ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യമുള്ളത് പൊതിർത്ത കടലയാണ്. അതിനുവേണ്ടി ഒരു 300 ഗ്രാം കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. ഇനി ഈ കടല വേവിക്കുന്നതിനു വേണ്ടി കുക്കറിലോട്ടേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ മുറിച്ചു വെച്ച ചക്കക്കുരു നന്നായി കഴുകി ചേർക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. ഒരു 5 വിസിൽ അടിയാൻ കാത്തിരിക്കേണ്ടി വരും. അഞ്ച് വിസിൽ അടിഞ്ഞതിന് ശേഷം എടുത്ത് മറ്റൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി മുറിച്ചു വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി വീണ്ടും കുക്കറിലിട്ട് 1 വിസിൽ അടിച്ചെടുത്താൽ മതി. ഒരുപാട് ചക്ക ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരത്തെ കടലയും ചക്കക്കുരുവും വേവിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ചക്കയും ഇട്ട് 5 വിസിൽ അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ചക്ക വേവുന്ന സമയം കൊണ്ട് ഇതിനു വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു 1.5 തേങ്ങ ചിരവിയതും 150 ഗ്രാം ചെറിയ ഉള്ളിയും അല്പം കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കുരുമുളക് കൂടി ചേർക്കണം. അതിന് കുരുമുളക് എടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായി ചൂടായി കഴിഞ്ഞാൽ അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് ചൂടാക്കാം. എന്നിട്ട് അത് നമ്മുടെ തേങ്ങയിലിടാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, അല്പം ഒന്ന് അരച്ചെടുത്താൽ മതി. നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ ഒരു പാത്രത്തിലാക്കിയിട്ടുമുണ്ട്. അരച്ചു വെച്ച നമ്മുടെ കൂട്ട് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അത് വീണ്ടും അടുപ്പത്ത് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി കരിവേപ്പിലിടാം. അതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അല്പം വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് തേങ്ങ കൂടി ചിരവിയത് ചേർക്കാം. ഇതുപോലെ ചുവന്നു വരും. എന്നിട്ട് ഇത് നമുക്ക് കറിയിലോട്ടേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവസാനം നമ്മുടെ ചക്ക കൂട്ടുകറി റെഡിയായി. വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ അല്പം ചക്ക കൊണ്ടും കുറഞ്ഞ സമയം കൊണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.